ദൈവത്തിന് സ്തോത്രം ചുമക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും. ദൃഷ്ടി എന്റെ മേൽ ശിഷ്ടമായി നോക്കും. ദൃഷ്ടി എന്റെ മേൽ ശിഷ്ടമായി സർവശക്തനായ ദൈവത്തിന്റെ ഈ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. Deuteronomy 28, verse 1. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാനിത് നിന്നോട് ആജ്ഞാപിക്കുന്നവരുടെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വഴികളിൽ നടന്ന് ദൈവത്തെ ഭയപ്പെട്ട് കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനെ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് ദൈവം നമ്മൾ സംസാരിച്ചത്. ഈ കുടുംബത്തെ ഓർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിത്യതയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തിയാൻ സ്തോത്രം ചെയ്യുക. അവരെ കാണിച്ചു കൊടുത്ത മാതൃക, അവരുടെ പ്രാർത്ഥന, അവരുടെ കണ്ണുനീര്, തലമുറകൾക്ക് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന, തലമുറകളും കൊച്ചുമക്കളുമെല്ലാം എന്ന അനുഗ്രഹത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതോർത്തിയ ദൈവത്തിന് എല്ലാ സ്തോത്രവും സ്തുതിയും ബഹുമാനവും കൊടുക്കുകയാണ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. വായിച്ചു കേട്ടതുപോലെ അനുഗ്രഹങ്ങളെല്ലാം ഈ കുടുംബത്തിൽ തന്നെ വരട്ടെ. അത് മാത്രമല്ല, ഇന്നവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ജോയ്സൺ ബ്രദറിന്റെ ശിവസിന്റെ സ്നേഹിതര്, ഭവനക്കാര്, അയൽവാസികള്, പ്രിയപ്പെട്ടവര്, ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാവരുടെ മേലും അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ ഭവനം ഇങ്ങനെ പണിയാൻ വേണ്ടി ജോയ്സൺ ബ്രദർ പറഞ്ഞപ്പോൾ സജി ബ്രദർ ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല രീതിയിൽ പണിയാൻ സഹായിച്ച മകനെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ ഭവനത്തെ. ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന്റെ അർത്ഥം ഇത് ദൈവത്തിന്റെയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇത് ദൈവത്തിനുള്ളതാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ഇതിന്റെ അവകാശി ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ദൈവത്താലാണ് ഇത് സംഭവിച്ചതെന്ന് ദൈവത്തിനെല്ലാം മഹത്വം കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സമർപ്പിക്കുക. കർത്താവെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മക്കളെ അവിടെ അനുഗ്രഹിച്ചില്ല ഇത്രയും നാൾ കർത്താവെ. ദൈവത്തിന്റെ വഴികളിലൊക്കെ നടക്കാനും കർത്താവെ എല്ലാം ദൈവത്തെ ഭയപ്പെട്ട് അവരുടെ വഴികൾ നടക്കാൻ ഞങ്ങളുടെ മകന് കൊടുത്ത കൃപയ്ക്കായി കർത്താവെ അവർ രണ്ടുപേരെയും ഞങ്ങൾ പ്രത്യേകമായ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം ഞങ്ങൾ വായിച്ചത് ഈ വചനത്തിലൂടെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബത്തിന്റെ മുഴുവൻ കുടുംബത്തിന്റെ മേൽ വരട്ടെ എന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനം ഒരു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമായി, ഈ ഭവനം ഒരു അപ്പത്തിന്റെ ഭവനമായി, പ്രാർത്ഥനയുടെ ഭവനമായി, സ്തുതിയും സ്തോത്രവും നിറഞ്ഞു നിൽക്കുന്ന ഭവനമായി, അനേകർക്ക് കടന്നു വന്ന് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു ഭവനമായി. കുടുംബം ഈ ചുറ്റുപാടുമുള്ള ഭവനങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. അങ്ങനെ എല്ലാ രീതിയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിനെല്ലാം മഹത്വപ്പെടുത്തുന്ന ഒരു ഭവനമായി
ഞങ്ങളുടെ മക്കൾ സ്വസ്ഥവും സമാധാനത്തോടും ആരോഗ്യത്തോടും സമൃദ്ധിയോടും എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് ജീവിക്കുവാൻ വേണ്ടി ഈ ഭവനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തിന്റെ നാഥനായി ഈ കുടുംബത്തിന് വേണ്ട ആലോചന കൊടുത്ത് എല്ലാ അനുഗ്രഹങ്ങളെയും പകർന്നു കൊടുത്ത് സമാധാനത്തിലും സ്വസ്ഥതയിലും ജീവിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനിടയാകണമേ. ഇവിടെ ഈ മനോഹരമായ വീട്ടിൽ പാർക്കുമ്പോൾ കർത്താവേ, എനിക്ക് സ്വർഗത്തിന്റെ ഒരു ഭവൻ ഞങ്ങൾ കൊണ്ടെന്നുള്ള വലിയ പ്രത്യാശയോട് ജീവിപ്പാൻ. ഇതെല്ലാം താൽക്കാലികമാണ്, എന്നാൽ നിത്യമായ ദൈവം ഒരുക്കുന്ന ഭവനമാണ് സ്ഥിരമായിട്ടുള്ളത് എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി പുറത്ത് അധ്വാനിച്ച് ഓരോരുത്തരെയും തന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാട് കടന്നുവന്നിരിക്കുന്ന സ്നേഹിതര്, അയൽവാസികള്, എല്ലാ കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, സഭയിലെ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരെയും കുടുംബങ്ങളെയും ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. തള്ളിപ്പോയാനെ അപ്പന്റെ സ്നേഹം മാറ്റിമറിച്ചു. എന്താ പറയാ, എന്നല്ലാതെ എന്താ പറയാ. മനുഷ്യരാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. നമുക്ക് കഴിയാത്തതും നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളും ചെയ്തു തീർക്കുന്ന ഒരു ദൈവമുണ്ട്. സർവശക്തനായ ദൈവം വാനത്തെയും ഭൂമിയെയും ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവം. ആ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആര് കൈവിട്ടാലും, അമ്മ തൻ കുഞ്ഞിനെ കൈവിട്ടാലും ഞാൻ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞ ദൈവം നമ്മൾ ഒരു നാളും കൈവിടുകയില്ല. നന്ദിയല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നിങ്ങളെല്ലാം കടന്നു വന്നതിനായി നന്ദി. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പാസ്റ്റേഴ്സിനായി പ്രത്യേകിച്ച് നന്ദി പറയുന്നു.